അടുക്കള. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈത്തപ്പഴം അച്ചാറാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം ഈത്തപ്പഴം, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 1 ചുവന്ന മുളക്, കുറച്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് ശർക്കര സിറപ്പാക്കി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഗ്യാസിൽ ഒരു ചീൻചട്ടി വെച്ചു, അതൊന്ന് ചൂടായി വരട്ടെ. ചീൻചട്ടി ചൂടായി നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളെണ്ണയും ഉപയോഗിക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കുറച്ച് നേരം വാട്ടി കൊടുക്കാം. ലോ സിമ്മിൽ വെച്ച് വേണം വാട്ടി കൊടുക്കാൻ. പച്ചമുളക് ഇഞ്ചിയൊക്കെ വാടി തുടങ്ങി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, മുളക് പൊടി അടിയിൽ പിടിച്ചു പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉലുവാപ്പൊടി, കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇനി ശർക്കര സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ശർക്കര സിറപ്പ് ഇതിൽ കിടന്ന് ഒന്ന് കുറച്ച് വറ്റട്ടെ. അതുവരെ നമുക്ക് 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് തുറന്ന് നോക്കാം. ഇതൊക്കെ കുറച്ച് തിക്കായി വന്നു. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് 2 മിനിറ്റ് ഞങ്ങൾക്കൊന്ന് അടച്ചു വെക്കാം. വിനാഗിരി മസാലയും ഒക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തുറന്ന് നോക്കാം. റൈസ് പിക്കൽ റെഡിയായി. ഇനി ഇതൊരു സർവിങ് ബോളിലോട്ട് മാറ്റാം. റെഡിയായി. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റൈസ് പിക്കൽ റെഡിയായി. ഇത് ബിരിയാണിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണിത്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് ഈ അച്ചാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.